ഈ കാണുന്നതാണ് ഒരു പിച്ച പ്ലാന്റിൻ്റെ ഇല കേട്ടോ. ഇത് സാധാ ഒരു ഇലയാണ്. ഈ ഇലയുടെ അറ്റത്തുനിന്ന് ഒരു ചെറിയ തണ്ട് പോലെ നീണ്ടു വന്നിട്ട് ആ തണ്ടിൻ്റെ അറ്റത്ത് ഇതേമാതിരി സഞ്ചികൾ തൂങ്ങിക്കിടക്കുന്നതാണ് അത്. ഇത് ഇലയുടെ അറ്റം മോഡിഫൈ ചെയ്ത് പരിണാമം സംഭവിച്ച് വന്നേക്കുന്നതാണിത്. ഇതിൽ വീഴുന്ന പ്രാണികൾ ഇതിൽ കിടക്കുന്ന പോലെ ഈ പ്രാണികളെ വീണ് ചത്ത് ദഹിക്കുന്നതിൻ്റെ ഈ വെള്ളത്തിൽ കിടന്ന വളം ഇതിൽ കൂടെ ഈ തണ്ടിൻ്റെ ഈ ജോയിൻറ്റിൽ കണ്ടോ. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കുറേ ഞരമ്പുകൾ പോലെ കാണാൻ പറ്റും. ഇച്ചിരി ഡാർക്കാക്കി കാണിച്ചാൽ ഞരമ്പുകൾ കണ്ടോ. ഇതിൽ കൂടെ ഈ ഞരമ്പിൻ്റെ ഉള്ളിലൂടെ ഇത് വലിച്ച് ഈ തണ്ട് വഴി ഇത് കയറി ഈ തണ്ട് വഴി കയറിയിട്ട് ഇല വഴി ചെടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് വളമൊന്നും കൊടുക്കാൻ പാടില്ല. ഇതിന് വേണ്ടിയ വളങ്ങളും സത്തുക്കളും എല്ലാം ഈ പിടിക്കുന്ന പ്രാണികൾ ഉറുമ്പ് അങ്ങനത്തെ ചെറുകിട പ്രാണികൾ ഇതിലുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഉറുമ്പ് കുഞ്ഞി പാറ്റ അങ്ങനെ സാധനക്കുന്നത് ചാത്ത് ദഹിച്ച് അതാണ് വലിച്ച് ഇത് ആഹാരമാക്കുന്നത്. ഇത് കണ്ടല്ലോ, ഇതതിൻ്റെ ഇലയാണ്, തണ്ട്, വേര്. ഈ തണ്ടിൻ്റെ വേര്. നമ്മളിതിന് യാതൊരു വളവും കൊടുക്കണ്ട. ഇത് ഇതേമാതിരി പ്രാണികളെ കൊന്ന് അതിൻ്റെ വളങ്ങളെടുത്ത് ജീവിക്കുന്നൊരു ചെടിയാണ്. നിങ്ങളിപ്പോൾ കാണുന്ന നെപ്പന്തിസ് റെഫ്ലീഷ്യാനയുടെ പിക്ചറാണ്. ഓപ്പൺ ആവുന്നതേ ഉള്ളൂ. ഓപ്പൺ ആയത് ഇതേമാതിരി ഇരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങിപ്പോവും. ഇതേമാതിരി ഉണങ്ങിയൊക്കെ പോകും. നമ്മളത് കട്ട് ചെയ്ത് കളയണം. ഇതാണ് നെപ്പന്തിസ് റെഫ്ലീഷ്യാനയുടെ ഒരു ചെടി.